വരുണപീഠത്തിലേക്ക് കിടക്കാം. വലിയ സന്തോഷം. അപ്പൊ നമ്മള് ആകാശത്തിന്റെ കൃഷ്ണവർണ്ണമായിരിക്കുന്ന കൃഷ്ണാഞ്ജന എന്ന് പറയുന്ന ശിലയിൽ നിന്നും അത് നിരതിയുടെ പീഠമാകുമ്പോൾ ആ ആകാശത്തിന്റെ പീഠം അഷ്ടദിക്പാലക പീഠമാകുമ്പോൾ ഇന്ദ്രഗുണമുള്ള വായുവിനാൽ ആ പീഠത്തിന് വരുന്ന പുതിയ നാമമാണ് നിരുതി. അത് അപ്പോൾ പുരുഷഭാവത്തിലേക്ക് വരും. എല്ലാം പതിയാണ്, പാലക പതികളാണ്, 8 ദിക്കിലും പതികളാണ്. അപ്പൊ നിരുതിയുടെ പതിയാണ് ഗുരുവായൂര്. ആകാശത്തിന്റെ സ്വരശ്രുതിയായിരിക്കുന്ന ആ വൈഭവത്തെ, ആ ആനന്ദമേകുന്ന അവസ്ഥയെ, ആനന്ദത്തിന് കാരണമാകുന്ന ആകാശത്തിന്റെ ആ വൈഭവത്തെ ആകാശം വായുവിൽ ഗുരുവിനോട്, അതായത് ഈ 2 മാത്രയുള്ള ഭൂമിയോട് ചേർത്ത് വെച്ചിരിക്കുന്നു. ശിവനോട് ചേർത്ത് വെച്ചിരിക്കുന്നു. വായുവിനെ ഗുരുവിൽ ചേർത്ത് വെച്ച് ഗുരുവും വായുവും ചേർന്ന നിരുതിയുടെ പീഠമാണ് ഗുരുവായൂർ. കൃഷ്ണാഞ്ജന എന്നാണ് അപ്പോൾ പീഠത്തിന്റെ പേര്. അപ്പൊ കൃഷ്ണാഞ്ജന എന്ന് പറയുന്ന പീഠത്തിലാണ് ഗുരുവായൂരത്തെ ആ പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വരുണപീഠമാണ്. വരുണപീഠത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജലത്തിന്റെ, ശുദ്ധജലത്തിന്റെ പീഠമാണ്. ശുദ്ധജലത്തിന്റെ എനർജിയുടെ നാമമാണ് വരുണൻ. അതായത് ജീവൻ നഷ്ടപ്പെട്ട് സമുദ്രത്തിൽ മുദ്ര ചെയ്യുന്ന ആ ജലത്തിന്റെ ക്ഷാരഗുണമുള്ള ജലത്തിൽ നിന്നും ക്ഷീരഗുണമുള്ള ജലത്തെ സൃഷ്ടിക്കുന്ന വൈഭവം വരുണന്റേതാകുന്നു. ആ വരുണന്റെ പീഠമാണ്, മഹാരാഷ്ട്രയിലാണ് വരുണപീഠം. ജലത്തിന്റെ അധിപതിയാണ്. സർവനദികളെയും പാലനം ചെയ്യിക്കുന്നതിന് കാരണമായിരിക്കുന്ന വൈഭവം ഈ വരുണപതിയുടേതാകുന്നു. അത് മഹാരാഷ്ട്രയിലാണല്ലേ? മഹാരാഷ്ട്രയിലാണ്. ആയുസ്സിനായി ജീവലോകം പ്രാർത്ഥിക്കുന്ന അധിഷ്ഠാന ദേവതയാണ്. പടിഞ്ഞാറ് ദിക്കിന്റെ ദേവതയായിരിക്കുന്ന ഈ അതിഥിയുടെ പുത്രനും കൂടിയാണ് വരുണൻ. അത് ശരി. അപ്പോ പടിഞ്ഞാറ് ദിക്കിന്റെ ദേവതയാണ് വരുണൻ. അത് അതിഥിയുടെ പുത്രനാണ് വരുണൻ. ശുദ്ധജലാധിപൻ എന്നും പറയാം. ഇതാണ്. അതെ, ശുദ്ധജലാധിപൻ. ഇതിനു മുമ്പ് അങ്ങ് എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ല, വരുണെന്ന് കേട്ടില്ല, ശുദ്ധജലാധിപൻ കേട്ടിട്ടില്ല. മറഞ്ഞു പോയതാണ്, ഈ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ഈ അറിവ്. പടിഞ്ഞാറ് ദിക്കിന്റെ ആ ദേശത്തിന്റെ പേര് കേതുമാലം എന്നാണ്. കേതുമാലം. ഈ കേതുമാലം എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടോ? പല സ്ഥലത്തുണ്ട്. ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, സാപസ്ത്യ വേദത്തിലേക്ക് വരുമ്പോഴാണ്, ഈ ഖണ്ഡ നിരൂപണം ചെയ്യുമ്പോഴാണ് നിരുതി പീഠവും ഈ വരുണ പീഠവും എല്ലാം കൽപ്പിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പൊരുൾ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് നമുക്ക്. നമ്മളുടെ യുവതലമുറ ഇതിനു വേണ്ടിയിട്ട് വീണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അറിയുകയും ഈ പീഠങ്ങളെ വീണ്ടും സജീവമാക്കുകയും ഒരു പീഠത്തിൽ നിന്നും അടുത്ത പീഠത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ രാജവീതികൾ തന്നെ തീർക്കേണ്ടതുണ്ട്. എന്തിനാണ് ആ രാജവീതി എന്ന് ചോദിച്ചാൽ, ജീവന്റെ പാതയാക്കി ഭാരതത്തെ ഈ അഷ്ടദിക്പാലക പീഠങ്ങളിലൂടെ പ്രദക്ഷിണ വീതിയാക്കി നിലനിർത്തേണ്ടതിന്റെ ആവശ്യം സപ്തഭൂഖണ്ഡങ്ങളെയും സമുദ്രോപരിതലത്തിൽ കടക്കാത്തതാക്കുന്ന കടലിനെ നിലനിർത്തുവാനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ വരുണ പീഠത്തെ നമസ്കരിക്കുന്നു. ഈ അതിനിടക്ക് അങ്ങ് പറഞ്ഞ 2 പദങ്ങളുണ്ട്. ഒരു പദമുണ്ട് ശാസ്ത്രഗ്രന്ഥങ്ങൾ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങയോട്. നമ്മുടെ ഐതിഹ്യങ്ങള് അടങ്ങുന്ന ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഭാഗവതം അല്ലെങ്കിൽ രാമായണം പോലെയുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങളുണ്ട്. അതെ. ഈ ഗ്രന്ഥങ്ങള് ശാസ്ത്ര ഗ്രന്ഥങ്ങളാണോ? എന്റെ ചോദ്യം അവിടെയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും. അത് ഭാരതത്തിന്റെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, നമ്മളുടെ വരും തലമുറകൾക്കായിട്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ട, ഭാരതത്തോടൊപ്പം പതിച്ചു വെക്കേണ്ട, എപ്പോഴും എടുത്ത് മറിച്ചു നോക്കേണ്ട ഗ്രന്ഥങ്ങൾ തന്നെയാണ് രാമായണവും മഹാഭാരതവും. അത് രണ്ടും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 2 ചരിത്ര സംഭവങ്ങളാണ്. ആ ചരിത്ര പുരുഷന്മാർ തന്നെയാണ് ഭാരതത്തിന്റെ ദൈവവും എന്ന് അറിയുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ രസം. അപ്പോ
ഇതിഹാസങ്ങളാണ് ഇത് ഇവിടെ സംഭവിച്ചത് എന്നാണ് അർത്ഥം, ഇതിഹാസം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങളാണ്. ആ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ പെടുമ്പോഴാണ് അതിന്റെ ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തുടർ ഗ്രന്ഥങ്ങളിലാണ് ഈ അഷ്ടദിക്പാലക പീഠങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ അഷ്ടദിക്കിനെ ബന്ധിച്ചുറപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഈ ധർമ്മരാഷ്ട്രത്തെ സൃഷ്ടിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കരുത്താണ്, ചൂണ്ടുവിരലിന് ശ്രീചക്രത്തിന്റെ കരുത്തുള്ള ആ മഹാത്യാഗിയുടെ, കാരാഗ്രഹത്തിൽ ജനിച്ച് കുരുക്ഷേത്രത്തിൽ ജയിച്ച ആ ധർമ്മയോഗിയുടെ കരുത്താണ് ഈ അഷ്ടബന്ധത്താൽ 8 ദിക്കിനെയും ബന്ധിച്ചുറപ്പിച്ച് അഖണ്ഡ ഭാരതം, നവഭാരതം എന്ന് പറയുന്ന ആ ഭാരതം. ആ വീണ്ടും എന്റെ ഒരു സംശയത്തിനോട് നിവൃത്തി വരുത്തണം. അത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ആ ചരിത്ര ഗ്രന്ഥത്തിന്റെ പേര് തന്നെ വിജയം എന്നായിരുന്നു. അതായത് മഹാവിജയമാണ്, ജനങ്ങളുടെ വിജയമാണത്. അതിന് പിന്നീട് വന്ന പേര് ആ രാഷ്ട്രത്തിന്റെ പേര് തന്നെയാണ്. അദ്ദേഹം സ്ഥാപിച്ച ധർമ്മരാഷ്ട്രത്തിന്റെ പേര് തന്നെയാണ് മഹാഭാരതം. ഇനി എങ്ങാ പറഞ്ഞു. അപ്പോ നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങള് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക്, ശാസ്ത്ര വിഷയങ്ങളിലേക്കുമുള്ള പടിവാതിലാണ് അല്ലേ? അപ്പൊ ഇതിഹാസങ്ങളിൽ കൂടെ വേണം നമ്മൾ യാത്ര ചെയ്താലേ ശാസ്ത്ര ലോകത്തെത്തുള്ളൂ. തീർച്ചയായിട്ടും അത് ഈ ചരിത്രങ്ങളിലൂടെയാണ് എങ്ങനെയാണ് അറിവ് നമ്മളിലേക്ക് വന്നത്, വേദം നമ്മളിലേക്ക് വന്നതെന്നറിയണമെങ്കിൽ രാമായണം മാറ്റിവെക്കാൻ പറ്റില്ല. മുഴുവൻ അറിവുകളും രാമായണത്തിലൂടെയാണ് വേദങ്ങളായിട്ട് മാറിയത്. അന്ന് വരെ അക്ഷരങ്ങളില്ല. അതായത് ഗുരുമുഖത്തുനിന്ന് മാത്രം ആർഷനാദം തീർക്കുന്ന ആ ശബ്ദങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ആ വേദമന്ത്ര പൊരുളുകളെ മുഖങ്ങളിൽ നിന്നും, ഗുരുമുഖങ്ങളിൽ നിന്നും മാത്രം വേദ്യമായിരുന്ന വേദത്തെ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ട് മറഞ്ഞ വ്യക്തിയാണ് ശ്രീരാമചന്ദ്രൻ. സീത ആഗ്രഹിച്ച ആയോധനം നിലപ്പിച്ച അയോധ്യയെ തലസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് അക്ഷരങ്ങളെ ജനിപ്പിക്കുവാൻ അഗ്നിയെ കെടാതെ സൂക്ഷിച്ച അക്ഷര നഗരിയാക്കി അയോധ്യയെ മാറ്റിക്കൊണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഭാഷയ്ക്ക് ലിപി രൂപം കൊണ്ടു. അപ്പൊ ആ അക്ഷരങ്ങളെ കണ്ടെത്തിയ ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും ശ്രേഷ്ഠമായ, ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് കൊണ്ടാണ് ആ അക്ഷരങ്ങളെ കണ്ടെത്തിയത്. അത് പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്നാണ് അക്ഷരങ്ങൾ ജനിക്കുന്നത്. ആ അക്ഷരങ്ങളെ കണ്ടെത്തിയത് കൊണ്ടാണ് അജ്ഞതയെ നിഗ്രഹിക്കുന്ന അവതാരം എന്ന് പറയുന്നത്. രാവിനെയും മാച്ച, അജ്ഞതയെയും മാച്ച, ഇരുളിനെയും മാച്ച ആ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അക്ഷരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതാണ് അയോധ്യയും ശ്രീരാമചന്ദ്രന്റെ പ്രാധാന്യം. നമ്മൾ അഷ്ടദിക്പാലക പദികളുടെ കാര്യങ്ങളാണ് ഇപ്പോ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും അത് പിന്നെ ഇതിഹാസ ഗ്രന്ഥത്തിന്റെ കാര്യം വന്നു, ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ കാര്യം വന്നു. ഈ രണ്ടാമത്തെ പറഞ്ഞ ഇതിഹാസ ഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന അധ്യായങ്ങളിലാണ്, അതിന്റെ തുടർ ഗ്രന്ഥങ്ങളിലാണ് ഈ അഷ്ടദിക്പാലക പീഠങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത്. അതിൽ വരുമ്പോഴാണ് എങ്ങനെയാണ് ഈ കടലിനെ ഇത്രയും സൂക്ഷ്മമായി പഠിക്കുകയും കടലിനെ കടക്കാത്തതാക്കി നിലനിർത്തുവാൻ ഈ ഭാരതത്തെ 8 ദിക്കുകളെയും ബന്ധിച്ചുറപ്പിച്ചിരിക്കുന്നതിന്റെ പിന്നിലെ കൗതുകം, ആ ശാസ്ത്ര കൗതുകം നമുക്ക് മനസ്സിലാകുന്നു. അങ്ങയോട് വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക് ഇതിഹാസ ഗ്രന്ഥങ്ങളിലൂടെ വേണം കടക്കാൻ. ഇതിഹാസ ഗ്രന്ഥങ്ങളിലൂടെ അറിഞ്ഞിട്ട് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക്, വേദങ്ങളിലേക്ക് കടക്കൂ. അതെ. അപ്പൊ സമകാലത്ത് ഈ ഇപ്പോഴുള്ള നമ്മുടെ വർത്തമാന കാലത്തില് ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ തട്ടി നിൽക്കുവാണ് നമ്മള്. അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാനും അതിനപ്പുറത്തെ അറിവുകൾ കണ്ടെത്താനും ഇപ്പോ ശ്രമിക്കാതെ ഇത് ഇവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇതാണ് പൂർണ്ണമായ അറിവെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം പണ്ഡിതന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അവിടെ വന്ന് നിൽക്കുവാണ്, ആ ഗ്രന്ഥത്തിൽ വന്ന് നിൽക്കുക. അപ്പോൾ നമ്മുടെ അറിവുകള് അപ്പുറത്ത് കിടപ്പുണ്ട്. അത് മറഞ്ഞു കിടക്കുന്നതല്ല, മറച്ചു പോയതുമല്ല. എന്നാൽ അത് ഇപ്പോ അതിനെ എന്താ പറയാ, സ്ഫുരിപ്പിക്കുന്നില്ല, അതിലേക്ക് എത്തുന്നില്ല. അതായത് ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ച് ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും അവതാരമായിട്ട് മാറിയ മഹാവൈഷ്ണവ ശക്തിയുടെ മഹാവൈഭവമായിട്ട് മാറിയിട്ടുള്ള ആ അവതാര പുരുഷന്മാരെ
അവരെ വർണ്ണിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിലേക്ക് വീണ്ടും കൂപ്പുകൂട്ടുകയാണ്. സത്യമേതെന്നറിയാതെ അല്ലെങ്കിൽ സത്യത്തിലേക്ക് പോകാതെ ഇതാണ് ഏറ്റവും, ഇതിനപ്പുറത്ത് മറ്റൊന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ. അതെ, ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ഓരോ ആചാര്യന്റെ അടുക്കൽ ചെന്നാൽ സർവ്വതും ഭാഗവതമാണ്, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അതിൽ തന്നെ ഒരു വിഭാഗം പറയും, ഈ ഭാഗവതം നടന്നത്, മഹാഭാരത യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സുകളിലാണ്, അതിനകത്തെ കഥാനായകൻ നമ്മുടെ മനസ്സാണ്, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അതേപോലെ ദ്വൈതവും അദ്വൈതവും വേദാന്തികളും ഒക്കെ അവരവരുടെ ആ അറിവിൽ, അവരവരുടെ നിലവിലുള്ള അറിവിൽ പിടിച്ചു നിൽക്കുക, അതിനപ്പുറത്തേക്ക് മറ്റൊരു അറിവില്ല എന്നുള്ളത് സ്ഥാപിച്ച് കാലങ്ങളായി, അനുഷ്ഠാനങ്ങളുടെ മതപരമായിട്ടുള്ള ധാരണകളായിട്ട് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്, അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അറിവ് ായിട്ട് നമ്മളെ അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള വലിയ വേലിക്കെട്ട് തീർത്തു വെച്ചിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങ് ആ വേലിക്കെട്ടിനപ്പുറത്തേക്ക് ഒരു തപസ് പോലെ യാത്ര ചെയ്തത് കൊണ്ടാണ് അങ്ങേക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ജനതയ്ക്ക് കൊടുക്കാൻ കഴിയുന്നത്, അല്ലേ? അത് നമ്മള് ഇപ്പോ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ശാസ്ത്രവും വിശ്വാസവും രണ്ടും രണ്ടാണെന്ന് വാദിക്കുന്ന ആചാര്യന്മാരാണ് നമുക്കിന്നുള്ളത്. നമുക്ക് സയൻസിന്റെ ഒപ്പമാണ് സഞ്ചരിക്കുന്നത്, ശാസ്ത്രത്തിന്റെ ഒപ്പവും അല്ല സഞ്ചരിക്കേണ്ടത്. ശാസ്ത്രം ഇപ്പോഴും മനുഷ്യന് പിടികിട്ടിയിട്ടില്ല. ശാസ്ത്രത്തെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത് സെൻസായത് മാത്രമാണ് സയൻസ്. നമുക്ക് ഈ ശാസ്ത്രങ്ങളെ സെൻസാക്കുമ്പോൾ മാത്രമാണ് അത് സയൻസ് ആകുന്നത്. പരീക്ഷണങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ അത് സെൻസ് ആകുമ്പോഴാണ് അത് സയൻസ് ആകുന്നത്. ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിലേക്ക് പോലും എത്തി നോക്കാനായിട്ട് ധൈര്യം നമ്മളുടെ ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ആചാര്യന്മാർക്കില്ല. സയൻസിലേക്കല്ല, ശാസ്ത്രത്തിലേക്ക് പോലും എത്താൻ പറ്റാതെ ഇതും ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്ത് പോകരുതെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ പുലബന്ധമില്ല എന്നാണ് ഈ പുതിയ ആചാര്യന്മാര് സ്ഥാപിക്കുന്നത്. അപ്പൊ മറ്റൊരു ചോദ്യം കൂടെ എന്റെ മുമ്പിൽ വരികയാണ്, അങ്ങയോട് ചോദിക്കാതെ തരയില്ല. നമ്മളെ വടക്കൻ കേരളത്തില് പണ്ട് മുതൽ നിന്ന് പോന്ന് ഇപ്പോഴും അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് നടക്കുന്നത് അന്യോന്യം എന്നൊരു പ്രോഗ്രാം. അന്യോന്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിത സദസ് എന്നാണ് പൊതുവെ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ അറിഞ്ഞു വെച്ചിരിക്കുന്നത് എന്റെ ധാരണ. അത് ശരിയോന്ന് എനിക്കറിയില്ല. അന്യോന്യം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ നമ്മള് അന്യോന്യം പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അന്യോന്യം പറഞ്ഞുകൊണ്ടിരുന്നിരിക്കുന്നത്. അല്ല, രണ്ടും കൂടെ എങ്ങനെയാ ഒക്കുന്നേ? എന്റെ സംശയം, ഞാൻ എപ്പോഴും അതിന്റെ ആ തലനാരിയുടെ കീറാൻ തന്നെയാണ് ചോദിച്ചത്. അന്യോന്യം ഏറ്റവും കേവപ്പെട്ട പണ്ഡിത സദസ്സാണെന്ന് പറയുമ്പോൾ ഒന്നിനെയും കുറച്ച് കാണുന്നില്ല. ഇല്ല, കുറച്ച് കാണുന്ന ഞാനും പറഞ്ഞില്ലല്ലോ. അത് എന്താന്ന് വെച്ചെന്നാല് നമ്മുടെ ആചാര്യന്മാര് മനസ്സിലാക്കേണ്ടത്, യേശുവും ശ്രീനാരായണ ഗുരുവും ശ്രീകൃഷ്ണനും ബലരാമനും ഭാർഗവരാമനും ശ്രീരാമനുമെല്ലാം ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചവരാണ്. ഇവരാരും തിരിച്ചു വരികയുമില്ല, ഒരിക്കൽ പോലും ഒരിടത്തും പ്രത്യക്ഷപ്പെടുകയുമില്ല. ഇവര് ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം നമ്മളുടെ മനസ്സുകളിൽ മാത്രമാണ്. നമ്മളുടെ മാത്രമല്ല, വരും തലമുറകളുടെ മനസ്സിലേക്ക് നമ്മളിത് പകർന്നു കൊടുക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ വരും തലമുറകളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ്? നമ്മൾ അജ്ഞതയുടെ രൂപത്തിലാണ് അവരെ വർണ്ണിക്കുന്നത് ഇന്ന്. അതാണ് ചിന്തനീയമായ കാരണം. അതെ, അതായത് ഒരിക്കലും തിരിച്ചു വരാതെ മരിച്ചു മൺമറഞ്ഞു പോയ നമ്മുടെ ഋഷീശ്വരന്മാരും മഹർഷിമാരും ഇതുപോലെയുള്ള അവതാരമൂർത്തികളായിട്ടുള്ള ഈ രണ്ട് ചരിത്ര സംഭവങ്ങളുടെ കഥാനായകന്മാരും ഒരിക്കലും തിരിച്ചു വരുന്നവരല്ല. അവരുടെ പാതകളെ പിന്തുടർന്ന് അവരുടെ കർമ്മങ്ങളെ, അവരുടെ ജ്ഞാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിനെ നമ്മൾ പകർത്തിക്കൊണ്ട് നമ്മൾക്ക് അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാനാണ് നമ്മൾ മക്കളെ പ്രാപ്തരാക്കേണ്ടത്. അല്ലാണ്ട് നിന്റെ ദുഃഖങ്ങളെ ആരോടെങ്കിലും പറയൂ, മരിച്ചുപോയ ആരോടെങ്കിലും നിന്റെ ദുഃഖങ്ങളെ നീ പറയൂ, അവർ നിന്നെ കൈപിടിച്ചുയർത്തുമെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ പ്രാർത്ഥിച്ചാലും ഒരാൾക്കും ഒന്നും നേടാൻ കഴിയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക, യാചിക്കുക, പ്രയർ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അപ്പൊ ഇത്തരം അവതാരമൂർത്തികളെ, ഇവിടെ മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പൂർവികന്മാരെ പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്, അവരുടെ
ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്ന, നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ പറ്റുന്ന ദർശനങ്ങളെ പകർത്തിക്കൊണ്ട് ആ പാത പിന്തുടർന്ന് നമ്മൾ ജീവിത വിജയം നേടുകയാണ് വേണ്ടത്. ലോകത്തിന്റെ നന്മയ്ക്കായി അവരുടെ ദർശനങ്ങളെ നമ്മളുടെ ദർശനമാക്കി മാറ്റിക്കൊണ്ട് സുദർശനമേകുകയാണ് വേണ്ടത്. അതല്ലാതെ അവർക്ക് അമാനുഷിക പരിവേഷങ്ങളെ കൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ അലസന്മാരാക്കി മാറ്റുന്നവരാകുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അത്രയും കഴിവ്, കൃഷ്ണന്റെ അത്രയും കരുത്ത് നമ്മളുടെ കരങ്ങൾക്കുണ്ട്. രാമന്റെ അത്രയും ജ്ഞാനം നമുക്കും സ്വീകരിക്കാൻ കഴിയും. കാരണം രാമന്റെ ജ്ഞാനം നമുക്ക് സ്വീകരിക്കാനായിട്ട് രാമൻ ജ്ഞാനം പകർന്നു വെച്ചിട്ടുണ്ട്. അത് ഗ്രഹിച്ചാൽ മാത്രം മതി. ആ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹിച്ചാൽ അതിൽ കൂടുതൽ ജ്ഞാനത്തെ അതുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഉയർത്താൻ പറ്റും. ലോകത്തെ ശാസ്ത്രത്തിന്റെ ഏറ്റവും ഉത്തുംഗമായിട്ടുള്ള പദവിയിലേക്ക് ഉയർത്തുവാൻ, അമരത്വം ചാർത്തി തരുവാൻ പറ്റുന്ന അത്രയും ജ്ഞാന തേജസ്വികളായിട്ടുള്ള ഈ സപ്തഭൂഖണ്ഡങ്ങളിലെയും ഋഷീശ്വരന്മാരെ, മഹർഷിമാരെ, താപസന്മാരെ, സയന്റിസ്റ്റുകളെ മുഴുവൻ, അവരുടെ മുഴുവൻ അറിവുകളെയും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ ഒരു കല്ലുകൂടി എടുത്തു വെച്ചിട്ട് ഈ ലോകത്തെ ഉയർത്താനാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ മരിച്ചു പോയിട്ടുള്ള നമ്മളുടെ പൂർവികരെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുമടച്ച് മൂക്കിന്റെ തുമ്പിലേക്ക് നോക്കിയിരിക്കാനാണ് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്. അവര് പ്രത്യക്ഷമാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ രാമനും കൃഷ്ണനും എല്ലാം വിഷ്ണുവിന്റെ അവതാരങ്ങളാണ് എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് മഹാവൈഷ്ണവ ശക്തിയുടെ ഈ മഹാവൃക്ഷ ലോകത്തിന്റെ, ഈ വൈകുണ്ഠ ലോകത്തിന്റെ, ഈ ഹരിത ലോകത്തിൽ നിന്നും പുനർജനിച്ച അതിന്റെ വൈഭവത്താൽ അവതാരമായി ജ്ഞാനത്തിന്റെ ഏറ്റവും ടോപ്പ് 10 ഉയർന്ന വ്യക്തികളാണ് അവര്. അതുപോലെ മക്കളെ, നിങ്ങളും ഈ ടോപ്പ് 10 എത്തണം. അവിടെയാണ് ഒരു മഹാഭാരതമോ ഒരു ഭാഗവതമോ അല്ലെങ്കിൽ ഒരു രാമായണത്തിലോ തട്ടി നിൽക്കാനുള്ളതല്ല തലമുറയുടെ ചിന്തയും ശേഷിയും. അതെ, രാമായണം അതിനപ്പുറത്തേക്ക് കടത്തിവിടണം. ഇവിടുത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാർ അതിനപ്പുറത്ത് വീണ്ടും അറിവുകളുണ്ട്, അവിടെയാണ് അറിവുകളുടെ ശേഖരമെന്ന് പറഞ്ഞ് അവരെ ഇതിന്റെ ഈ പടിവാതിൽ കടത്തി അപ്പുറത്തേക്ക് ചിന്തനീയമായ ലോകത്തേക്ക് കടത്തിവിടണം, അല്ലേ? അതെ, ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെ അറിവിനെയും ചേർത്ത് വെക്കുന്നവരാവണം. യേശുവിനെ പോലെ, നബിയെ പോലെ, കൃഷ്ണനെ പോലെ, രാമനെ പോലെ അറിവ് കൊണ്ട് ഉയരാനാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്ക് നേടാൻ എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണോ അതിന് പറ്റുന്ന ആ ദർശനങ്ങളെ നമ്മൾ കണ്ടിട്ട് അതേ രീതിയിൽ ഉയരുക, ഈ നാടിന് നന്മയുണ്ടാക്കുക. അതാണ് നമ്മളുടെ ആചാര്യന്മാർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു കാരാഗ്രഹത്തിൽ ജനിച്ച് കുരുക്ഷേത്രത്തിൽ ജയിച്ച ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മയുദ്ധത്തെ നയിച്ച് ധർമ്മരാഷ്ട്രത്തെ സൃഷ്ടിച്ച അദ്ദേഹം അഷ്ടബുദ്ധി ഗുണങ്ങളാൽ സൃഷ്ടിച്ച അഷ്ടദിക്പാലകരുടെ പീഠങ്ങളിലെ ശ്രദ്ധാവതി എന്ന് പറയുന്ന വരുണ പീഠം, ആ പീഠത്തെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. അല്ല, ഭരണപീഠത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യം ചോദിക്കാനിടയായത്. ആ വരുണ പീഠത്തെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ശ്രീകൃഷ്ണനിൽ നിന്നും ആ ശ്രീകൃഷ്ണൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ധർമ്മരാഷ്ട്രത്തിലേക്കും ആ ധർമ്മരാഷ്ട്രത്തിന്റെ 150-ൽ പരം രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്ന വിഭിന്നമായിരുന്ന 9 ഖണ്ഡങ്ങളെ, പ്രവേശനം പോലും നിഷിദ്ധമായിരുന്ന 9 ഖണ്ഡങ്ങളെ ചേർത്ത് വെച്ച് നവഭാരതഖണ്ഡത്തെ ചെയ്തപ്പോൾ ആ വൈഭവത്തെ തിരിച്ചറിയുവാനും ഈ ദേശത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുവാനും എന്തുകൊണ്ടാണ് ഇത് ഭാരതാംബ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നറിയാനും ആ ഭാരതാംബ ഒരു മതത്തിന്റെ നാടല്ലെന്നും ഇത് ശാസ്ത്രത്തിന്റെ നാടാണെന്നും ഇവിടെ ശാസ്ത്രമാണ് ഈ ദിക്കുകളെ ബന്ധിച്ചുറപ്പിച്ചിരിക്കുന്നത്, ശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണെന്നും അതിനെപ്പറ്റി പഠിക്കാനും അറിയാനും അറിയിക്കാനും പറയാൻ മടിയില്ലാത്തവരാകാനും പറ്റുന്ന ഒരു തലമുറയെയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അതാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മുടെ വരും തലമുറയെ ഇത് അങ്ങനെ സംസാരിക്കുമ്പോ അല്ലെ ഇങ്ങനെയുള്ള കാരണങ്ങൾ സംസാരിക്കുമ്പോ പറയുമ്പോ ആളുകൾ പൊതുവെ ധരിക്കുന്നത് ഇതൊരു ശാസ്ത്ര വിഷയമാണ്. അപ്പൊ ശാസ്ത്ര വിഷയം എന്നുള്ളത് പണ്ഡിതന്മാർക്കോ അല്ലെ ആ തരത്തിൽ ചിന്തിക്കുന്നവർക്കും മാത്രമുള്ളതാണ് എന്നൊരു അഭിപ്രായമുണ്ട്.
അതായത് ഇവിടെ ഏത് തരം തൊഴിൽ, അമ്പലവാസി ആയിക്കോട്ടെ, ക്ഷേത്രത്തിലെ പൂജാരി ആയിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, കർഷകനായിക്കോട്ടെ, അധ്യാപകനായിക്കോട്ടെ, ശാസ്ത്രജ്ഞനായിക്കോട്ടെ, ബിസിനസ്സുകാരനായിക്കോട്ടെ, ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും ഇത്തരം ശാസ്ത്ര വിഷയങ്ങൾ അറിയുകയും, അതായത് ശിവൻ എന്താണ്, പാർവതി എന്താണ്, ഗണപതി എന്താണ്, അയ്യപ്പൻ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുകയും, അത് ഭൂമിയാണ്, ജലമാണ്, ആകാശമാണ്, മഹാവൃക്ഷ പ്രകൃതിയാണ്, മഹാവിഷ്ണു എന്ന് ബോധ്യപ്പെട്ട അതിന്റെ ശാസ്ത്രീയമായ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അവനവന്റെ തൊഴിലുകൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് പൂർണ്ണതയിലേക്ക് എത്തുക. അവിടെയാണ് അതിന്റെ ഒരു പൂർണ്ണതയും ആനന്ദവും സന്തോഷവും പൂർണ്ണതയും എത്തിപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങയിലൂടെ അങ്ങ് ഇത് പറഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ മരുഭൂമിവൽക്കരണം നടക്കുന്നതും നമ്മളുടെ ഈ മണ്ണിനെ അത്രയും മലീമസമാക്കുന്നതും. നമ്മൾ പച്ചവെള്ളം കുടിച്ചാൽ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, മഴ നനഞ്ഞാൽ നമ്മൾക്ക് പനി വരുന്ന അവസ്ഥയിലേക്ക് ഈ പ്രപഞ്ചത്തെ എത്തിച്ചു വെച്ചിരിക്കുന്നത് ദൈവം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ശിവൻ എന്താണ്, പാർവതി എന്താണ്, വിഷ്ണു എന്താണ്, ലക്ഷ്മി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അറിയാത്തത് കൊണ്ടോ അറിയിക്കാത്തത് കൊണ്ടോ രണ്ടും ഒരുപോലെയുണ്ട്. അറിയിക്കാത്തത് കൊണ്ടാണല്ലോ അറിയാത്തത്. അറിയിക്കാത്തത് കൊണ്ടാണെന്നുള്ള പ്രാധാന്യമുണ്ട് സന്തോഷ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ്, ഏത് ജീവജാലവുമായിക്കോട്ടെ, അതിന് അറിവ് വേണമെന്നുണ്ട്. പക്ഷെ അത് കൊടുക്കുന്നില്ല. അതെ, മറ്റൊരു പ്രത്യേക വ്യൂഹത്തിൽ കൂടെ നമ്മൾ വളർത്തുകയാണ്. അതെ, നിനക്ക് ഇന്നതൊക്കെയാണ് അറിയേണ്ടത്, നീ ഇന്നതൊക്കെ അറിഞ്ഞാൽ മതിയെന്ന് അവന് രണ്ടു വശവും വേലി കെട്ടിയാണ് വളർത്തുന്നത്, അല്ലേ? അതെ. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മള് ആചാര്യന്മാർ ഇപ്പോഴും സ്ഥാപിക്കുന്നത് 14 ഡയമെൻഷനിലൂടെ ഈ പ്രപഞ്ചത്തെ കാണാൻ കഴിയും. 14 ലോകമുണ്ട്. നമ്മളിപ്പോ കാണുന്നത് പോലെ 14 ലോകങ്ങൾ വേറെയുണ്ടെന്ന് മിഥ്യയായിട്ട് ധരിപ്പിക്കുകയാണ്. 7 വൻകരകളും 7 സമുദ്രങ്ങളും ചേർന്ന 14 ലോകമാണ് ഭൂമിയിലുള്ളത്. അത് 7 ലോകങ്ങള് അസുര ലോകത്തിന് വേണ്ടിയിട്ടും 7 ലോകം സുരലോകത്തിന് വേണ്ടിയിട്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് നിവാതകവചന്മാരായിട്ടുള്ള ജലത്തിനടിയിൽ ജീവിക്കുന്നവരുടെ ഒരു ലോകം, അതാണ് അസുരന്മാരുടെ ലോകം. അതാണ് ദിതിയുടെ പുത്രന്മാരുടെ ലോകം. ദിതി എന്ന് പറഞ്ഞാൽ ക്ഷാരഗുണമുള്ള ജലത്തെയാണ് ദിതി എന്ന് പറയുന്നത്. ദിതിയുടെ പുത്രന്മാരായിട്ടുള്ള ലോകം, അവര് ആകാശത്തിന്റെ ചൈതന്യത്തിലാണ് അവരവിടെ നിൽക്കുന്നത്. അതാണ് പാതാള ലോകങ്ങള്. താഴ്ച കൂടിയ പ്രദേശങ്ങളിൽ ജലം നിറഞ്ഞിരിക്കുന്നത്, ജലത്തിനടിയിൽ വസിക്കുന്നവരാണ് നിവാതകവചന്മാരെന്ന് പറയുന്നത്. അവരാണ് അസുരന്മാര്. 7 ലോകം അവർക്കായിട്ടും 7 ലോകം സുരന്മാർക്കായിട്ടും. സുരന്മാർക്കായിട്ടെന്ന് പറയുമ്പോ അതിഥിയുടെ പുത്രനാണ്. ഈ സമുദ്രജലം അതിഥിയായി എത്തി പാർവതിയായി ശിവനിൽ വന്ന് അതിൽ നിന്നും പൂർണ്ണയിൽ നിന്നും ജനിക്കുന്ന ലക്ഷ്മിയായി ജന്തുലോകമായി അതിൽ നിന്നും വിരിയുന്ന ആ സത്യകനും സത്യകയുമായി നിറയുന്ന സത്യലോകവും ജന്തുലോകവും ചേർന്ന ഈ വർണ്ണലോകം. അതാണ് 7 കരകള്. അത് സുരന്മാർക്കായിട്ടും 14 ലോകങ്ങളാണ് ഭൂമിയിലുള്ളത്. അപ്പൊ ജനങ്ങളെ നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന പോലെ 14 ലോകങ്ങളുണ്ട്, ഇതാണ് പഠിപ്പിക്കുന്നത്. അതില് എന്താന്ന് പറയുന്നില്ല. ഇവര് നമ്മളുടെ കാര്യങ്ങളെല്ലാം ഒരു ഗൂഢരഹസ്യം പോലെ സൂക്ഷിക്കുക. ചെറുതാണ് എന്ന് പറയുന്നില്ല, ഇത്രയും ഉള്ളു എന്ന് പറയുന്നില്ല. ഇതൊന്നും നിങ്ങൾ അറിയേണ്ടതല്ല, അതങ്ങനെ ഒരു സംവിധാനമാണ്, അറിയേണ്ടതല്ല എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതെ, ഇതിനകത്ത് ഒരു ഹിഡൻ ആയിട്ടുള്ള അജണ്ടയുള്ള പോലെയാണ് ഇവര് സംസാരിക്കുന്നത്. 14 ലോകം, അത് ഭൂമിയെ കുറിച്ചല്ല. ഭൂമി ഒന്നാണ്. നമ്മള് പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോഴും ആ 5 മെറ്റീരിയലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതുപോലെയുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ കിടപ്പുണ്ട്. ശരിക്കും ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം, ഇത് 5ഉം ചേരുമ്പോഴാണ് ഭൂമിയാകുന്നത്. അതാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷെ ആദ്യത്തെ തന്നെ പഠിക്കുമ്പോ ഭൂമി, അപ്പൊ നമ്മളെ ഈ കാണുന്ന എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ജലം, പിന്നെ വായു, അഗ്നി, ആകാശം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുമ്പോ ഭൂമി എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ തന്നെ നമ്മള് എന്തായാലും വലിയ സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മള് അഷ്ടദിക്പാലക പതികളെ കുറിച്ചാണ് പറഞ്ഞ് അങ്ങ് നിരത്തി പീഠത്തിൽ നിന്നും വരുണതലത്തിലേക്ക് എത്തി അങ്ങിത് പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ എനിക്ക് ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ചോദിച്ചതാണ്. തീർച്ചയായിട്ടും. വരുണപീഠം എന്ന് പറയുമ്പോ
ശുദ്ധജലത്തിന്റെ പീഠമാണ്. ജീവൻ ജലമാണ്. ആ ജീവൻ ജലമാകുന്ന ജീവന്റെ പതിയായിരിക്കുന്നത് വരുണനാണ്. ഉവ്വ. ശിവന്റെ വലത്ത് കണ്ണ് ആ വരുണനിലേക്കാണ്. ഇടത്ത് കണ്ണ് യമനിലേക്കാണ്. അതായത് ശിവൻ മണ്ണാണല്ലോ, ഭൂമിയാണല്ലോ. അതെ. ഭൂമി ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അഷ്ടദിക്കിനെ ബന്ധിച്ചുറപ്പിച്ചിരിക്കുന്ന പീഠങ്ങളിൽ ശിവന്റെ തൃക്കണ്ണ് ആകാശത്തിലേക്കും നിരുപീഠ പീഠത്തിലേക്കും, ഇടത്തെ കണ്ണ് യമപീഠത്തിലേക്കും, വലത്തെ കണ്ണ് വരുണപീഠത്തിലേക്കുമാണ്. വരുണനാണ് ശുദ്ധജലത്തെ ജനിപ്പിക്കുന്ന ആ വൈഭവം. അപ്പൊ ഇത് നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിന്റെ പിന്നില് ഒരു വലിയ സയൻസ് ഉണ്ട്. അത് നമുക്ക് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അഷ്ടദിക്പാലകരുടെ മാത്രമാണ് അവരെ അഷ്ടദിക്പാലകരാരാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് മാത്രമാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കിടക്കാണല്ലോ കാര്യങ്ങൾ. അതെ. കേതുമാലം എന്നാണ് ആ ദേശത്തിന്റെ പേര്. കേതുഭം എന്ന് പറഞ്ഞാൽ കേതുഭം എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം. മേഘ മാല തീർക്കുന്ന വരുണദേശം. അവിടെ നിന്നാണ് മേഘം മാല പോലെ ആകാശത്തിലേക്ക് ഉയരുന്നത്. ശുദ്ധജലം ഉയരുന്ന പീഠം അവിടെയാകുന്നു. അതായത് ഭഗീരഥി അവിടെ നിന്നാണ് മുകളിലേക്ക് ഉയരുന്നത്. സതി ഈ ശിവനിൽ നിന്നും വിട്ടൊഴുകി സമുദ്രത്തിൽ ആ ആഴികുണ്ടത്തിൽ പതിച്ച് സത്ത് നഷ്ടപ്പെട്ട ആ ജലമായിരിക്കുന്ന ദിതിയുടെ ചാരത്തെത്തുന്ന ആ ക്ഷീരഗുണം നഷ്ടപ്പെട്ട് ക്ഷാരഗുണമുള്ള ജലം സതിയായി, ആ സതി അഗ്നിയിൽ എത്തി ഭഗീരഥിയായി മുകളിലേക്ക് മേഘമായി ഉയരുന്ന ആ അവസ്ഥയാണ്, ആ പീഠമാണ് ഈ നമ്മുടെ കേതുമാലത്തിലുള്ളത്. എന്തായാലും ഈ കേതുമാല ഒന്ന് ആദ്യമായിട്ടാ കേൾക്കുന്നത്. അവിടുത്തെ പേരാണ് ഏറ്റവും വലിയ രസം. ആ പീഠത്തിന്റെ പേര് ശ്രദ്ധാവതി എന്നാണ്. ശ്രദ്ധാവതി അങ്ങ് തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധാവതി എന്നാണ് പേര്. ശ്രദ്ധാവതി വർത്തിക്കുന്നിടം. വീണ്ടും ശിവന്റെ പത്നിയായി ജനിക്കുവാൻ വളരെ ജാഗ്രതയോടുകൂടിയിട്ട് ആ ജലം സഞ്ചരിക്കുന്ന പീഠമാണ്, വരുണന്റെ പീഠമാണ്. അവിടെ ഓരോ ദിക്കിലും ഓരോ യോനികളുണ്ട്. അവിടെ ഋഷഭയോനിയാണ്, കാളയുടെ പീഠമാണത്. ആ സതി മറഞ്ഞിടത്താണ് ഋഷഭം വന്ന് നിൽക്കുന്നത്, ശിവന്റെ വാഹനം വന്ന് നിൽക്കുന്നത്. അവിടെയാണ് വരുണപീഠം. ആ വരുണപീഠത്തിൽ നിന്നിട്ടാണ് മേഘം മാലയായി ഉയരുന്നത്. എവിടെ? ഈശാനകോണിലേക്ക്. ആ മേഘം ആലയം തീർക്കുന്ന മേഘാലയത്തിലേക്ക് പാർവതിയെ എത്തിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂര്യ തേജസ്വികളായിട്ടുള്ള ഈ അറിവുകളെ നമുക്ക് തന്ന ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നടത്താം. നമസ്തേ സന്തോഷി, വലിയ സന്തോഷം. നമസ്തേ. ഓം നമഃ ശിവായ.